ഈ വീഡിയോയിൽ നമുക്ക് സ്കാൻ മൈ ഇൻവോയ്സിന്റെ വാലിഡേഷൻ ഫീച്ചറും ഡോക്യുമെന്റ് മാനേജ്മെന്റ് സംവിധാനവും ഉപയോഗിച്ച് അപ്ലോഡ് ചെയ്ത ഇൻവോയ്സുകൾ എങ്ങനെ റിവ്യൂ ചെയ്ത് ടാലിയിലേക്ക് എൻട്രി ഡേറ്റ പോസ്റ്റ് ചെയ്യാം എന്ന് നോക്കാം. ഇതിനായി ഗേറ്റ്വേ ഓഫ് ടാലി സ്ക്രീനിലെ വലതുവശത്തുള്ള അപ്ലോഡ് ഇൻവോയ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്കാൻ മൈ ഇൻവോയ്സ് മെനു ഓപ്പൺ ആവുന്നതാണ്. ഈ മെനുവിൽ അൺഇമ്പോർട്ടഡ് ഇൻവോയ്സസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്ത ഇൻവോയ്സുകൾ റിവ്യൂ ചെയ്യുന്നതിനായി ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് കാണാം. നമുക്ക് ഏത് ഇൻവോയ്സ് ആണോ റിവ്യൂ ചെയ്യേണ്ടത് ആ ഇൻവോയ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ആ ഇൻവോയ്സിന്റെ ഡീറ്റെയിൽസ് ഓപ്പണായി വരും. ഇവിടെ എല്ലാം കറക്റ്റ് ആണോ എന്ന് ഉറപ്പുവരുത്തുക. ശേഷം പുതിയ ഐറ്റംസുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഐറ്റംസുകൾ ഓട്ടോ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. ഓട്ടോ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ഐറ്റംസുകൾ ഓട്ടോമാറ്റിക്കായി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇൻവോയ്സ് ടാലിയിലേക്ക് പോസ്റ്റ് ചെയ്യാനായി അൺഇമ്പോർട്ടഡ് ഇൻവോയ്സസ് പേജിലേക്ക് തിരിച്ചു വരിക. ഇൻവോയ്സ് വീണ്ടും സെലക്ട് ചെയ്യുക. ശേഷം ഇമ്പോർട്ട് വിത്ത് ഇൻവെന്ററി ആണോ അതോ അക്കൗണ്ട് ഓൺലി ആണോ വേണ്ടതെന്ന് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഇമ്പോർട്ട് വിത്ത് ഇൻവെന്ററി സെലക്ട് ചെയ്യുന്നു. നമ്മുടെ ഇൻവോയ്സ് വിജയകരമായി ഇമ്പോർട്ട് ആയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ചെയ്ത രീതിയിൽ തന്നെ ഒന്നിലധികം ഇൻവോയ്സുകൾ ഒരുമിച്ച് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനും സാധിക്കും. നമുക്ക് എൻട്രി പോസ്റ്റ് ആയോ എന്ന് ചെക്ക് ചെയ്യാം. അതിനായി ഞാൻ ഗേറ്റ്വേ ഓഫ് ടാലിയിലേക്ക് വന്നതിന് ശേഷം ഡേ ബുക്കിൽ പോയി ലെഡ്ജറിനെ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇന്നത്തെ ഡേറ്റിൽ നമ്മുടെ എൻട്രി ഇവിടെ വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഇതിപ്പോൾ അണ്ടർ റിവ്യൂ സ്റ്റാറ്റസിലാണ് കിടക്കുന്നത്. ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ടാണ് വന്നിട്ടുള്ളത്. ഡേറ്റയിൽ എന്തെങ്കിലും മിസ്മാച്ചസ് ഉണ്ടെങ്കിൽ സ്കാൻ മൈ ഇൻവോയ്സിൻ്റെ വാലിഡേഷൻ ഫീച്ചർ അത് ഹൈലൈറ്റ് ചെയ്ത് കൃത്യമായി ചൂണ്ടിക്കാണിച്ചു തരുന്നതാണ്. ഇവിടെയാണ് സ്കാൻ മൈ ഇൻവോയ്സിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചറായ ഡോക്യുമെന്റ് മാനേജ്മെന്റ് വരുന്നത്. ഇവിടെ വ്യൂ ഡോക്യുമെന്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്ത ഇൻവോയ്സ് അവിടെ ഓപ്പണായി വരുന്നതാണ്. ഈയൊരു ഫീച്ചർ വഴി ഫയലുകൾ തിരയേണ്ട സമയം ഒഴിവാക്കി ഡേറ്റ വെരിഫിക്കേഷൻ വേഗത്തിലാകാം. ചില സന്ദർഭങ്ങളിൽ ഐറ്റംസ് ഓട്ടോ ക്രിയേറ്റ് ചെയ്യാതെ വരുന്ന ഇൻവോയ്സുകളിൽ ടാലിയിലേക്ക് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം അൺമാപ്ഡ് ഐറ്റംസ് എന്ന് കാണിക്കാറുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഏത് ഐറ്റമാണോ അൺമാപ്ഡ് ആയിട്ടുള്ളത് അതിനെ ടാലിയിലെ ഫീൽഡിലുള്ള ഐറ്റവുമായി മാപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇതിനുശേഷം വലതുവശത്തായി കാണുന്ന റെഗുലർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇൻവോയ്സ് അണ്ടർ റിവ്യൂവിൽ നിന്നും മാറുന്നതാണ്. അക്കൗണ്ട്സ് ഓൺലിയായി ഇമ്പോർട്ട് ചെയ്യുമ്പോഴും ഇതേ രീതി തന്നെയാണ് പിന്തുടരേണ്ടത്. ശേഷം Ctrl+A അടിച്ച് ടാലിയിലേക്ക് സേവ് ചെയ്യുക.